4399 ദിവസങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിലൂടെ, പാർലമെന്ററി സംവിധാനത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4399 ദിവസമാണ് നരേന്ദ്രമോദി പൂർത്തിയാക്കുന്നത്. 2014 അധികാരത്തിൽ ഏറി ഇപ്പോൾ 2026 വരെ എത്തി നിൽക്കുന്ന ഈ 12 വർഷം, ഈ 12 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ രാജ്യത്തിന് പ്രധാനമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ചില മാറ്റങ്ങൾ അദ്ദേഹം കാരണമുണ്ടായി. വികസന രംഗത്ത്, പുരോഗമന രംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത്, ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത്, പ്രതിരോധ മേഖലയിൽ, അതുപോലെ അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിലടക്കം വലിയ കാതലായ മാറ്റങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ വരുത്തിയത്. കൃത്യമായി അതിന് റിപ്പോർട്ടുകൾ ഉണ്ട്, കൃത്യമായി അതിന് രേഖകളുമുണ്ട്. രാഷ്ട്രീയ പ്രതിയോഗികളും രാജ്യവിരുദ്ധരും പറയുന്നത് പോലെ ഇദ്ദേഹം ഒരു ഹിന്ദു അജണ്ടയോ അല്ലെങ്കിൽ ഒരു RSS അജണ്ടയോ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രിയല്ല. ഇന്ത്യൻ അജണ്ട, ഭാരതീയ അജണ്ട നടപ്പിലാക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി, രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും വേണ്ടി സംവദിക്കുന്ന, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നത് മോദി വിരുദ്ധർ പോലും ചിലപ്പോൾ ചൂണ്ടിക്കാട്ടും. 2014 നമുക്ക് 74 എയർപോർട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. 2026 ആയപ്പോഴേക്കും അത് 164 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അത് 13 ഇപ്പോൾ 21 എയിംസ് 7 23 IIT-കൾ 11 23 അതുപോലെ നാഷണൽ ഹൈവേസ് 1,46,572 കിലോമീറ്റർ, നേരത്തെ അത് 81,287 കിലോമീറ്റർ ആയിരുന്നു. മെട്രോ നെറ്റ്വർക്ക് 1095 കിലോമീറ്റർ, നേരത്തെ അത് 248 കിലോമീറ്റർ ആയിരുന്നു. സ്റ്റാർട്ടപ്സ്, യുവാക്കളെ ചേർത്തുകൊണ്ടുള്ള സ്റ്റാർട്ടപ്സ് 350 എണ്ണം ഉണ്ടായിരുന്നത് ഇപ്പോൾ 2,34,090 സ്റ്റാർട്ടപ്പുകൾ ആയി. അങ്ങനെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, രാജ്യത്തിന് അംഗീകാരം ലഭിക്കുന്ന രീതിയിൽ, രാജ്യത്തെ വികസനം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്ന ഒരു വികസന ലക്ഷ്യമാണ് നരേന്ദ്രമോദി കാഴ്ചവെച്ചത് എന്ന റിപ്പോർട്ടുകളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച്. മാത്രമല്ല, അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളെക്കുറിച്ചും ഏറ്റവും 32 ഇൻ്റർനാഷണൽ ഓണേഴ്സ് ആൻഡ് റെക്കഗ്നിഷൻസ്, 32 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും മറ്റ് രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങളും, വിദേശ രാജ്യങ്ങളിലെ പാർലമെൻറ്റുകളിൽ 19 പാർലമെൻറ്റുകളിൽ അദ്ദേഹം പ്രസംഗിച്ചു. അതുപോലെ ഒറ്റ ഇലക്ഷൻ, ഇദ്ദേഹം പ്രധാനമന്ത്രിയായത് പിന്നെ ഒറ്റ ഇലക്ഷൻ ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനമോ തോറ്റിട്ടുമില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും രാജ്യം എന്താണ്, രാഷ്ട്രം എന്താണ്, രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്താണ്, രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങൾ എന്താണ്, രാജ്യത്തെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, രാജ്യത്തെ ഏതൊക്കെ മേഖലകളിലാണ് കടന്നു ചെല്ലേണ്ടത്, ഏതൊക്കെ അസംഘടിതരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധാരണക്കാരായ ആളുകളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് പരിഷ്കാരങ്ങൾ, അതത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ, സംസ്ഥാനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്, ക്രമസമാധാന നില, അതുപോലെ തന്നെ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, അതുപോലെ ചൈനയുടെ മറ്റ് വെല്ലുവിളികൾ ഒക്കെ തന്നെ എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്ന 4399 ദിവസങ്ങൾ, കൃത്യമായി കൈകാര്യം ചെയ്ത 4399 ദിവസങ്ങൾ. ഇതൊരു ചെറിയ കാലയളവല്ല. റെക്കോർഡിനപ്പുറം നമ്മുടെ രാജ്യത്ത് എന്ത് വികസനം സാധ്യമായി എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. പലപ്പോഴും പല മാധ്യമങ്ങളും നമ്മൾ ഇതൊന്നും അറിയിക്കാറില്ല, ഇതേക്കുറിച്ച് പറയാറില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലപ്പോഴും പല മാധ്യമങ്ങളും സംസാരിക്കുന്നു. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോടുള്ള സമീപനം ഇപ്പോൾ BJPയും കേന്ദ്ര സർക്കാരും മൃദുവാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും സമരം ചെയ്തുകൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളൂ, ഞങ്ങൾ അടിച്ചമർത്താനൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, രാജ്യത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ തകർക്കാൻ പലരും പലകുറി ശ്രമിച്ചു. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഞാൻ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുകയല്ല, ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോടൊപ്പം ഇന്നും നിൽക്കുകയാണ്, അന്നും നിൽക്കുകയാണ്, ഇനിയും അങ്ങോട്ട് നിൽക്കും എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ജനങ്ങൾ കൂടെ നിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറുമ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കുന്നു എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമായി കരുതാനാവില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.